പാർട്ടിയെ വെല്ലുവിളിച്ച് ആർക്കും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാകില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. അതിന് ഉദാഹരണമാണ് എം.വി. രാഘവൻ. ആരു പോയാലും ഈ പാർട്ടി തകരില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയെ വെല്ലുവിളിച്ച് ആർക്കും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാകില്ല. അതിനുദാഹരണമാണ് എം.വി. രാഘവൻ. കേരളത്തിലെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. പാർട്ടിയെ നോക്കിയാണ് മരിച്ചത്. പിന്നീടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി സ്വീകരിക്കുമായിരുന്നു. ആരു പോയാലും പാർട്ടി തകരില്ല. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ കേരളത്തെ മാത്രമല്ല, അത് രാജ്യത്തെ തന്നെ ബാധിക്കും. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനക്കുറവാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നം. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് നാടിന്റെ ആകെ ദോഷമായി തീരുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഒരു കാലത്ത് 44 ഇടതുപക്ഷക്കാർ CPM-കാർ പാർലമെൻറ്റിലുണ്ടായിരുന്നു. അന്നത്തെ പാർലമെൻറ്റാണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ആ പാർലമെൻറ്റാണ് വികസന രംഗത്ത് വലിയ സംഭാവന നൽകിയത്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കൊണ്ടെന്ന് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സാധിച്ചു. ഈ നാടിനെ സംരക്ഷിച്ചു. ആ ഇടതുപക്ഷം ദുർബലപ്പെട്ട് വർഗീയ കലാപങ്ങൾ, രാജ്യം ശിഥിലമാകുന്നു. ആരുണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ? അതുകൊണ്ട് ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് ജനങ്ങളുടെ നഷ്ടമായിരിക്കും, ജനങ്ങളുടെ ദോഷമായിരിക്കും, നാടിൻ്റെ ആകെ ദോഷമായിരിക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ട ദൗത്യം. ആ ദൗത്യം ജനങ്ങൾ നിർവഹിക്കും. കല്യാശ്ശേരി മണ്ഡലത്തിൽ കായിക, സാംസ്കാരിക, കാർഷിക രംഗത്ത് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷൻ കല്യാശ്ശേരി 2K2631 തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് പ്രകാശനം ചെയ്തത്. N. സുകന്യ, K. പത്മനാഭൻ, V. വിനോദ്, P. ഗോവിന്ദൻ, ബാബു രാജേന്ദ്രൻ, P. ഷാജിർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.